ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീട്ടിൽ ചെയ്ത 2 വാർഡ്രോബും പിന്നെ അതേപോലെ തന്നെ ഒരു കിച്ചൻ്റെയും അടിപൊളി വർക്കിൻ്റെ വീഡിയോ ആണ്. നല്ല പ്രീമിയം ലുക്കിൽ ചെയ്ത വാർഡ്രോബാണിത്. തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്താണ് ഈ ഒരു വർക്ക് ചെയ്തത്. 3 ഡോറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തു കൊടുത്തത്. വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷിങ്ങിലാണ് ഇവിടുത്തെ 2 ബെഡ്റൂമും ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ വാർഡ്രോബിനായിട്ട് ഇവിടെ ഇവർ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പേസിൽ മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഇവിടുത്തെ പാർട്ടീഷനൊക്കെ സെറ്റ് ചെയ്തത്. 2 ഡോറ് ഈക്വൽ തട്ടിലും 1 ഡോറിൽ ഹാങ്കറിങ്ങിനായിട്ടാണ് ഇവിടെ പാർട്ടീഷൻ ചെയ്തത്. ഇവിടുത്തെ വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു രീതിയിൽ പാർട്ടീഷൻ ചെയ്തത്. ഇതുകൂടാതെ തന്നെ ഈ വാർഡ്രോബിൻ്റെ ലോഫ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിക്സ്മോറിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് ഇവിടുത്തെ വാർഡ്രോബിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷിങ്ങിലാണ് ഇവിടുത്തെ 2 വാർഡ്രോബും ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് LED പാനലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇവിടെ മറ്റൊരു ബെഡ്റൂമിൽ ചെയ്ത വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നോക്കാം. ഇവിടുത്തെ ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തേക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ഡ്രോയർ ചെയ്തേക്കുന്നത് മൾട്ടിവുഡിലാണ്. വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തേക്കുന്നത്. ഈ ഒരു മിററിൻ്റെ ബാക്കിലായിട്ട് LED ലൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടുത്തെ ഡ്രോയറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് സോഫ്റ്റ് സ്ലൈഡർ വെച്ചിട്ടാണ് ഇവിടുത്തെ ഡ്രോയറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ റൂമിൽ തന്നെ ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോക്സ് ടൈപ്പ് ആയിട്ടാണ്. മൾട്ടിവുഡാണ് ബോക്സ് ടൈപ്പായിട്ട് ചെയ്യാൻ യൂസ് ചെയ്തത്. 70 mm തിക്നെസ്സിൽ വരുന്ന മൾട്ടിവുഡ്, 7 ഡെൻസിറ്റിയിൽ വരുന്ന മൾട്ടിവുഡാണ് അതിനായിട്ട് യൂസ് ചെയ്തത്. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ഈ ഒരു വാർഡ്രോബിൻ്റെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് 2 ഡോർ ഈക്വൽ തട്ടിലും 1 ഡോറ് ഹാങ്കറിങ്ങുമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ലോക്കറും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിലെ ഈ റൂമിൻ്റെ സൈസ് അനുസരിച്ചാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൂമിൻ്റെ സൈസ് അനുസരിച്ച് വാർഡ്രോബ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ പ്ലേറ്റഡ് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സിബോണിൻ്റെ PVCയുടെ ലാമിനേറ്റ് ഷീറ്റാണ് ഇവിടുത്തെ വാർഡ്രോബും അതേപോലെ കിച്ചണും ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ്. ഇവിടുത്തെ കിച്ചണിൽ 4 ഡ്രോയർ ബാസ്ക്കറ്റാണ് സെറ്റ് ചെയ്തത്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു ഓയിൽ പുൾ ഔട്ടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ടൊരു GTPT സെറ്റിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫാവോടെ ഓയിൽ പുൾ ഔട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് 304ൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും പ്ലെയിൻ ബാസ്ക്കറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മൾട്ടിവുഡിലായിട്ട് 2 ഡ്രോയർ ബാസ്ക്കറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബാസ്ക്കറ്റുകളുടെയും സ്ലൈഡർ സോഫ്റ്റ് ക്ലോസ് ഉപയോഗിച്ചിട്ടാണ്, സോഫ്റ്റ് സ്ലൈഡറാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തിലെ ബോക്സിൽ ഒരു GTPT സെറ്റിങ്ങും ചെയ്തു കൊടുത്തു. അതേപോലെ മുകൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കൂടാൻ വേണ്ടിയിട്ട് മൾട്ടിവുഡിലായിട്ട് തട്ടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ്റെ സൈഡിലായിട്ട് ഒരു
2 ഡോറിലൊരു ബോക്സും പിന്നെ അതേപോലെ ഡെയിലി യൂസിങ് ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ വയ്ക്കാനായിട്ടൊരു GTPയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു കിച്ചൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ കേരളത്തിലെ എല്ലായിടത്തും ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കിച്ചൺ കൂടാതെ തന്നെ ഇവിടെ ഒരു ബേസൻ ടേബിൾ ടോപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഒരു ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.